ഹേ ഗായ്സ്, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും കുക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ലുലു ഡെയിലിയിലേക്കാട്ടോ പോയിട്ട് അപ്പോൾ ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടുത്ത് നമ്മുടെ മിൻറ്റും കൊറിയാണ്ടറും കേട്ടോ അടുത്തത് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനമുള്ളൂ. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നാൽ ചിക്കനാണ് കേട്ടോ. കുറച്ച് ചിക്കനുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമുക്ക് ജസ്റ്റ് സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് ജസ്റ്റ് കട്ട്ലൈറ്റും അതുപോലെ മീറ്ററുകളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഫൈനലി ബില്ലിങ്ങളൊക്കെ അടിച്ച് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് എത്തിയിട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ അതർ വെജിറ്റബിൾസ് ഞങ്ങളൊക്കെ ചോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിനയും ഇതും നമ്മുടെ തൈരും നമ്മുടെ കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ചോപ്പ് ചെയ്ത് ചെയ്യണ്ടോ. നേരെ നമ്മുടെ ചട്ടിങ്ങളൊക്കെ ചൂടായി. ഇത് നമുക്ക് ഈ ഓരോന്നിട്ടാണ് ഫസ്റ്റ് ആയിട്ടാണ് വെച്ചാൽ നമ്മുടെ തക്കാളി, സവാള ഇട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ചോപ്പ് വെച്ചാൽ പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മിൻറ്റും കൊറിയാണ്ടറും കൂടി ഇടാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യം പിന്നെ ഫൈനലൊക്കെ ചിക്കൻ ഇങ്ങനെ അടി കേട്ടോ. ഇത് വെറൈറ്റി ടൈപ്പായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നേരെ ഒന്നിച്ചായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചിക്കനും ഞങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോപ്പിലായിട്ട് കുറച്ച് നമ്മുടെ പെപ്പർ പൗഡർ കേട്ടോ. അത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ബിരിയാണി മസാല ഉണ്ട് ഗൈസ്. കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് പിന്നെ കുറച്ച് നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ഉണ്ട് ഗൈസ്, മല്ലിപ്പൊടി അതങ്ങനെയുള്ളതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി പിന്നെ കുറച്ച് തൈര് ഇങ്ങനെയുള്ള കഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫൈനൽ നമുക്ക് ഇത് കുറച്ച് സൺഫ്ലവർ കുറച്ച് അധികം വേണ്ട സൺഫ്ലവർ ഇല്ല. അപ്പോൾ ആ ടൈം കൂടെ നമുക്ക് റൈസ് ഇങ്ങനെയുള്ളതൊക്കെ സെറ്റാക്കി എടുക്കാണ്ട് ബോയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മിൻറ്റും കൊറിയാണ്ടറും നമ്മുടെ ക്യാരറ്റ്, പട്ട, പൂവ്, ഏലക്ക അങ്ങനത്തെ വെറൈറ്റി കുറേ സ്പൈസിങ്ങളൊക്കെ ആഡ് ചെയ്ത് നേരെ നമുക്ക് സോക്ക് ചെയ്യാൻ നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത റൈസ് ഇങ്ങനെയുള്ളത് നമ്മൾ തട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ദമ്മിടാൻ വേണ്ടി പോകുന്നുണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ദമ്മ് ഇങ്ങനെയുള്ളതൊക്കെ വേണ്ടി നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ റൂഫ് ടോപ്പിൽ കുറച്ച് ആർക്കേജ് ഇങ്ങനെയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നമുക്ക് നേരെ നമുക്ക് അടച്ച് ഒറ്റ വിസിലേക്ക് അങ്ങനെയുള്ള കേൾപ്പിക്കാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.